UAEയും ഇന്ത്യയും തമ്മിൽ യുദ്ധോപകരണങ്ങളും ആയുധങ്ങളും വാങ്ങാനുള്ള കരാറിൽ ഒപ്പുവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അബുദാബി കിരീടാവകാശിയും UAE സുപ്രീം കമാൻഡന്റുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി അബുദാബി കിരീടാവകാശിയുടെ മാധ്യമ സംഘത്തിലുള്ള പീപ്പിൾ TV മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ EM അഷ്റഫ് ചേർന്നു. അഷ്റഫ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? യുടെ വ്യോമ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കാനും ഇന്ത്യ സഹായിക്കുന്ന വിധത്തിലുള്ള ഒരു കരാറാണ് ഇന്ന് ഒപ്പുവെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ നിർണായകമായ മറ്റൊരു കാര്യം, യുദ്ധോപകരണങ്ങൾ നന്നാക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കും. ഇന്ത്യയിൽ നിന്ന് യുദ്ധോപകരണങ്ങളും ആയുധങ്ങളും വാങ്ങാൻ UAE കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. സംയുക്തമായ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ പ്രതിരോധ സേനയ്ക്ക് ആവശ്യമായ സഹായവും നൽകും. അതുപോലെ ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യം വികസനം ഉൾപ്പെടെയുള്ള പല മേഖലകളിലും UAE നിക്ഷേപത്തിന് തയ്യാറായിരിക്കുകയാണ്. ഇരു രാജ്യങ്ങൾ തമ്മിൽ $5000 കോടി വ്യാപാര വ്യവസായ കരാറാണ് ഇന്ന് ഒപ്പുവെച്ചിരിക്കുന്നത്. പ്രധാനമായും റോഡ്, വിമാനത്താവളം, റെയിൽ, തുറമുഖം തുടങ്ങിയ മേഖലകളിലാണ് കൂടുതൽ നിക്ഷേപം UAE നടത്തുക. ഒരു വർഷം 800 കോടി ദിർഹം നിക്ഷേപം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ തീവ്രവാദത്തിനെതിരെ ഒന്നിച്ചു നിൽക്കാനും ഇതിനാവശ്യമായ എല്ലാ തരത്തിലുള്ള രക്ഷാ സംവിധാനത്തിന് ഇരു രാജ്യങ്ങളും തമ്മിൽ തയ്യാറായിട്ടുണ്ട്. അതിർത്തി സംരക്ഷണം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ഒരു വളരെ ചരിത്രപ്രധാനമായ ഒരു കരാറാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ഇസ്രായേലും മറ്റുമായിട്ടുള്ള കരാറായിരുന്നു ഈ യുദ്ധോപകരണങ്ങളുടെ കാര്യത്തിൽ. പക്ഷേ ഇപ്പോൾ UAE ആയിട്ട് വന്നതോടുകൂടി ഇന്ത്യയും UAEയും തമ്മിലുള്ള വ്യാപാര വാണിജ്യ രംഗത്ത് മാത്രമല്ല രാജ്യരക്ഷാപരമായിട്ടും ഇന്ത്യയുടെ വികസന രംഗത്തും ഇന്ത്യയുടെ അടിസ്ഥാന വികസന രംഗത്തും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള കരാറുകളാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. EM അഷ്റഫാണ് വിവരങ്ങൾ നൽകിയത്.